വിഴിഞ്ഞത്തിൻ്റെയും പൂവാറിൻ്റെയും പേരിൽ വന്നിരുന്ന് തള്ളുന്ന ചില മെത്തനോൾ മാവന്മാരോട് ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. ഇത് കുറേ നാളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മെത്തനോൾ മെത്തനോൾ മെത്തനോൾ. ഈ മെത്തനോൾ എന്താണ്? എന്തുകൊണ്ട് മെത്തനോൾ ഒരു വലിയ വ്യവസായമായിട്ട്, ഉൽപ്പാദന വ്യവസായമായിട്ട് ഈ രാജ്യത്ത് വരുന്നില്ല എന്നൊക്കെയുള്ളത് മറന്നിട്ട് അതൊന്നും ചർച്ച ചെയ്യാതെ കേരള സർക്കാർ, തിരുവനന്തപുരം കോർപ്പറേഷൻ മെത്തനോൾ ഫാക്ടറി തുടങ്ങണം, അത് തുടങ്ങണം, ഇത് തുടങ്ങണം, വേസ്റ്റിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുന്നു, അതുവഴി കപ്പലുകൾ വിഴിഞ്ഞത്തെ ഓടും എന്നൊക്കെ പറയുന്നത് ശാസ്ത്രീയമായിട്ട് സത്യമാണ്. പക്ഷേ ഇത് നടപ്പാക്കാൻ പല കടമ്പകൾ ഉണ്ട് എന്നുള്ളത് ഈ മെത്തനോൾ തള്ളുന്ന മാമന്മാരോട് ഞങ്ങൾ പറയുകയാണ്. ഒരു പോളിസി ആദ്യം വേണം. എന്താണ് പോളിസി? ഒരു രാജ്യം മുന്നോട്ട് കുതിക്കാൻ ആദ്യം ഒരു പോളിസി വേണം. ഒരു പോളിസി ഉണ്ടാക്കി അതിനകത്ത് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും. ഇപ്പം 2020 ഈ പറയുന്ന മാരിടൈം പോളിസി മോദി ഗവൺമെന്റിന്റെ, അതെന്തുകൊണ്ടാണ് ഒരു പോളിസി ഉണ്ടായത്? ലോകത്ത് കപ്പൽ നിർമ്മാണ മേഖലയിൽ 1% പോലും സാന്നിധ്യം ഈ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിനില്ല. എന്താ ഇല്ലാണ്ട് പോയത്? ഒരു പോളിസി ഇല്ലാത്തതുകൊണ്ടാണ്. എവിടെ ചൈന ലോകത്തെ നമ്പർ 1 ആയത്? മുന്നൊരു വീഡിയോ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ലോകത്തെ കപ്പൽ നിർമ്മാണ വ്യവസായം എത്രയോ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ഈ വൻ ബിസിനസ് ചൈന കൈയടക്കിയത് എങ്ങനെയാണ്? ഇപ്പൊ ഇരുന്നിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ചൈന കൃത്യമായ ആസൂത്രണം നടത്തി, പോളിസി ഉണ്ടാക്കി, നയമുണ്ടാക്കി, നയരേഖ ഉണ്ടാക്കി. കേരള വികസനത്തിന് പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, CPIM കൊല്ലം സമ്മേളനത്തിൽ, സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖ അതേപോലെ ഒരു സാധനമാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വൈഭവവും ഇവിടുത്തെ മാധ്യമങ്ങൾക്കും അതിന് യൂട്യൂബിൽ തള്ളുന്ന മാമന്മാർക്കും ഉണ്ടാവണം. ആദ്യം ഒരു പോളിസി വേണം. എന്താ മോദി സർക്കാരിന്റെ 2020 മാരിടൈം പോളിസി? 2030 ലോകത്തെ 10 പ്രധാന കപ്പൽ നിർമ്മാണ രാജ്യങ്ങളിലൊന്നായിട്ട് ഇന്ത്യ മാറണം. കൈയടിക്കുക, നല്ല കാര്യം. 2045 ലോകത്തെ ആദ്യ 5 കപ്പൽ നിർമ്മാണ രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറണം. അടിയട സിമ്പിൾ അല്ല പറയാം, നമ്മൾ കൈയടിച്ച് തന്നെ പറയാണ്, നല്ല കാര്യം. പക്ഷേ ഈ മാരിടൈം വിഷൻ 2020 പലതും ഇല്ല. എന്താ ഇല്ലാണ്ട് പോയത്? ചൈന എന്തുകൊണ്ട് ലോകത്തെ കപ്പൽ നിർമ്മാണ മേഖലയിലെ 64-65% കൈയടക്കിയിരിക്കുന്നു? ബാക്കി സൗത്ത് കൊറിയ, തെക്കൻ കൊറിയ, പിന്നെ ജപ്പാൻ, പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഗ്രീസിൽ മാത്രമാണ് വല്ലപ്പോഴും ഒരു കപ്പൽ നിർമ്മിക്കുന്നത്. അപ്പൊ കപ്പൽ നിർമ്മാണം എന്ന് പറയുന്ന ഒരു വലിയ വ്യവസായം ഏഷ്യയിലെ 2-3 രാജ്യങ്ങൾ കൈയടക്കിയത് എങ്ങനെയാണ്? അമേരിക്കയ്ക്ക് അത് നഷ്ടപ്പെട്ടു. ഇപ്പൊ ട്രംപിന്റെ കഴിഞ്ഞ ദിവസത്തെ പിന്നെ ജോയിന്റ് പാർലമെന്റ് സെഷനിലെ ട്രംപ് സംസാരിച്ചതിനെ പറ്റി പറയുന്ന കുറെ മാമന്മാരുണ്ട്. ട്രംപ് എന്താ പറഞ്ഞത്? കൈവിട്ടു പോയത് തിരിച്ചു പിടിക്കണം. ഈ കൈവിട്ടു പോയപ്പോൾ തിരിച്ചു പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്താ? കപ്പൽ നിർമ്മാണ മേഖലയിൽ ചൈനയെ മറികടന്ന് അമേരിക്കയ്ക്ക് തിരിച്ചു വരണം. അമേരിക്ക ദുർബലമായി. കപ്പൽ നിർമ്മാണ വ്യവസായത്തെ അമേരിക്ക ഇപ്പോൾ ഒന്നുമല്ല. പനാമ കനാൽ ഇഷ്യൂ ഒക്കെ ഇതിന്റെ ബാക്കിയാണ്. അപ്പൊ അമേരിക്കയ്ക്ക് അത് തിരിച്ചു പിടിക്കണം എന്ന വാശി ട്രംപ് കാണിക്കുന്നത് നല്ല കാര്യം. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് അങ്ങനെ തന്നെ പ്രവർത്തിക്കണം. ഒരു എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിച്ചിട്ട് അതിനുള്ള നടപടികൾ എടുക്കണം. പക്ഷെ ഇവിടെ എന്താ നടക്കുന്നത്? എളുപ്പമല്ല. അമേരിക്കയ്ക്ക് ചൈനയെ ഇനി വെല്ലുവിളിക്കാനൊന്നും കഴിയത്തില്ല. ചൈന ബഹുദൂരം മുന്നിലേക്ക് പോയി കഴിഞ്ഞു. കപ്പൽ നിർമ്മാണ വ്യവസായം തിരിച്ചു പിടിക്കാൻ അമേരിക്കയോ യൂറോപ്പോ ഒക്കെ അതിന് സാധിക്കത്തില്ല. പിന്നെ സാധ്യതയുള്ളത് ഒന്ന് ഇന്ത്യക്കാണ്. അവിടെയാണ് വിഴിഞ്ഞം വരുന്നത്. മനസ്സിലാക്കണം. ഈ വന്നിട്ട് തള്ളുന്നവർക്ക് തള്ളാൻ എളുപ്പമാണ്. വിഴിഞ്ഞവും പൂവാറും ഒക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇന്ത്യക്ക്, ഈ രാജ്യത്തിന് ഒരു നല്ലൊരു മാരിടൈം പോളിസി വേണം. ബ്ലൂ എക്കോണമി പോളിസി വേണം. അതിപ്പോഴും ഇല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോ പിണറായി സർക്കാരിന്റെ നയരേഖയിൽ, പിണറായി വിജയൻ പറഞ്ഞ നയരേഖയിൽ വിഴിഞ്ഞമുണ്ട്, പൂവാറുണ്ട്, കപ്പൽ നിർമ്മാണശാലയുണ്ട്. പക്ഷേ ഇത് നടപ്പാക്കാനേ
നമ്മുടെ വീട്ടിൽ ഈ അടുക്കള വേസ്റ്റ് കൊണ്ട് ഒരു ഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുന്നത് പോലെ അല്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട്ടിലെ കക്കൂസ് മാലിന്യത്തിൽ നമുക്ക് അടുക്കളയിൽ ഗ്യാസ് കത്തിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അതൊക്കെ വളരെ ചെറിയ യൂണിറ്റുകളാണ്. അതൊക്കെ ഒരു വീട്ടിൽ അത് ചെയ്യാം, അല്ലെ പല വീടുകളിലും ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. മൈക്രോ യൂണിറ്റ് ആണ്. അതായത് അടുക്കള വേസ്റ്റ് മാത്രമല്ല, കക്കൂസ് വേസ്റ്റ്. നമ്മൾ പോയി ക്ലോസറ്റിൽ പോയിരുന്നിട്ട് നമ്മൾ നിക്ഷേപിക്കുന്ന മാലിന്യം, അറിയാവില്ല അതിൻ്റെ മലയാളം അത്രേ പറയുന്നുള്ളൂ. അതിൽ നിന്ന് വരെ ഗ്യാസ് അടുപ്പിൽ കത്തിക്കുക. അപ്പം അങ്ങനെ ചായ ഉണ്ടാക്കുമ്പോൾ, ഒരു കാപ്പി ഉണ്ടാക്കുമ്പോൾ, അയ്യോ നമ്മൾ എന്താ പറയുക, നമ്മൾ വിസർജിച്ചതീന്ന് വരുന്ന ഗ്യാസ് ആണല്ലോ ഇത്. അപ്പം ഈ ചായ ഇട്ട് കുടിച്ചാൽ അത് ശരിയാവുമോ? ഈ അന്ധവിശ്വാസവും ഇത്തരം ഈ മൈൻഡ് സെറ്റൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. വീടുകളിൽ വെന്റ് പൈപ്പ് വേണ്ട. പുതിയ വീട് നിർമ്മാണത്തിൽ വെന്റ് പൈപ്പ് വേണ്ട. അടുക്കള മാലിന്യം പോലെ തന്നെ കക്കൂസിലെ മാലിന്യം, നമ്മൾ രാവിലെ വൈകിട്ടും അല്ലെ എത്ര നേരം ഒരു വീട്ടിൽ എത്ര പേര് കക്കൂസിൽ പോകുന്നു, ആ മാലിന്യത്തിൽ നിന്ന് തന്നെ അടുക്കളയിലേക്ക് ഗ്യാസ് വരുന്ന ടെക്നോളജി ഇന്ന് കേരളത്തിലെ പല വീടുകളിലും, എൻ്റെ തിരുവനന്തപുരത്തെ വീടുകളിൽ ഉൾപ്പെടെ വീട്ടിലുൾപ്പെടെ നടപ്പാക്കിയിട്ട് ഒരാളാണ് ഞാൻ. ഇത് ഒരു 7-8 വർഷം മുമ്പ്. അപ്പോ വരുന്ന അതിഥികളോട് പറയാൻ പറ്റത്തില്ല, നമ്മുടെ കക്കൂസിൽ നിന്ന് വരുന്ന ഗ്യാസിലാണ് നമ്മൾ ചായ ഉണ്ടാക്കിയത്, അപ്പോൾ ആ ചായ കുടിക്കാൻ ബുദ്ധിമുട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പറയത്തില്ല. കാരണം എന്താണ്, ഏത് ഗ്യാസും, ഏത് മെത്തനോൾ ആവട്ടെ, പച്ചക്കറി വേസ്റ്റ് ആവട്ടെ, നമ്മൾ കക്കൂസി പോയി നിക്ഷേപിക്കുന്ന നമ്മുടെ മാലിന്യമാവട്ടെ, എല്ലാം എനർജിയാണ്, ഊർജമാണ്. ആ ഊർജം ഉപയോഗിക്കാൻ ഒരു പോളിസി വേണം. ആ ഒരു പോളിസി ഇപ്പോഴും ഇന്ത്യ ഗവൺമെന്റിന് ഇല്ല. എന്നിട്ട് വന്നിരുന്നത് തള്ളിയിട്ട് എന്ത് കാര്യം? ഇതിപ്പോ ഒരു വീട്ടിൽ ബയോഗ്യാസോ അല്ലെ കക്കൂസ് മാലിന്യത്തിൽ നിന്ന് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റ് ഒരു വീട്ടിൽ വെക്കാം, അല്ലെ പല വീടുകളിൽ വെക്കാം. പക്ഷെ ഒരു വലിയ പ്ലാന്റ് ഒരു കോർപ്പറേഷൻ ബേസിലോ അല്ലെങ്കിൽ ഒരു ഫാക്ടറി ബേസിലോ ഒക്കെ സ്ഥാപിക്കണമെങ്കിൽ അതിന് ഒത്തിരി കടമ്പകളുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ഒരു സംസ്ഥാന സർക്കാർ മാത്രം വിചാരിച്ച് നടപ്പാക്കാൻ പറ്റത്തില്ല. എന്നിട്ട് വന്നിരുന്നു മെത്തനോൾ ഉണ്ടാക്ക്. ഒരു മെത്തനോൾ പോളിസി ഇപ്പോഴും കേന്ദ്ര സർക്കാരിനുണ്ടോ? ഇല്ല. ഇപ്പോഴും എത്തനോൾ മാത്രമേ പറയുന്നുള്ളൂ കേന്ദ്ര സർക്കാർ. ഈ മാരിടൈം മിഷൻ 2020 ഒരു മെത്തനോൾ പോളിസി ഇല്ലാത്ത എന്താണ്? അതിനെപ്പറ്റി വന്ന് ചർച്ച ചെയ്യുക. നിങ്ങൾ കുറെ മാമന്മാർ യൂട്യൂബിൽ വന്നിരുന്ന് തള്ളുന്നവര്, മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ അന്തിച്ചർച്ച നടത്തുക. ഇത്തരം വിഷയങ്ങൾ എന്താണ് ചർച്ച ചെയ്യാത്തത്? എന്താണ് വ്യക്തമായൊരു മെത്തനോൾ പോളിസി എന്തുകൊണ്ട് ഇന്ത്യയിലെ ഈ ഗവൺമെന്റിനില്ല, നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിനില്ല? ഇപ്പോഴും എത്തനോൾ മാത്രമേ പറയുന്നുള്ളൂ. അത് നോട്ട് ദ പോയിന്റ്. അപ്പോൾ മെത്തനോൾ വേസ്റ്റിൽ നിന്ന്, മാലിന്യത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിച്ച് കപ്പലുകൾ ഓടും. ഇനി അതിലേക്ക് വരാം. ഈ വീഡിയോയിലെ പ്രധാന വിഷയം അതാണ്. ലോകം മാറുകയാണ്. കാർബൺ ഫ്രീ ഗതാഗത സംവിധാനമാണ് ഭാവി, അതേ പറ്റുള്ളൂ. അപ്പോൾ ഫോസിൽ ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങൾ, അത് കപ്പലായാലും നിരത്തിലോടുന്ന ബസ്സായാലും ലോറി ആയാലും എന്തായാലും, ഫോസിൽ ഇന്ധനങ്ങളെ ഒഴിവാക്കിയിട്ട് കാർബൺ എമിഷൻ 0 പോകേണ്ടതുണ്ട് ഈ ഭൂമി നിലനിൽക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് വാഹനങ്ങൾ ഇലക്ട്രിക് ആവുന്നതും അതുപോലെ കപ്പലുകൾ ഈ ഡ്യുവൽ എൻജിൻ രീതിയിലേക്ക് മാറുന്നത്. അപ്പൊ ഇപ്പൊ കപ്പൽ നിർമ്മാണ വ്യവസായത്തിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അടുത്ത ഒരു 10 കൊല്ലം അല്ലെ ഒരു 25 കൊല്ലത്തിനകത്ത് എത്രായിരം കപ്പലുകൾ നിർമ്മിക്കേണ്ടി വരും. ഗ്രീൻ എനർജിയിൽ ഓടുന്ന കപ്പലുകൾ. അത് മെത്തനോൾ മാത്രമല്ല, മറ്റ് പലതുമുണ്ട്. കപ്പൽ നിർമ്മാണശാലകളിൽ അടുത്ത 5, 10, 15 അല്ലെ 25 വർഷത്തിനകത്ത് ഇപ്പോൾ ഓടുന്ന കപ്പലുകൾ മുഴുവൻ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഫോസിൽ ഇന്ധനത്തിൽ ഓടുന്ന എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കൽക്കരി, പെട്രോളിയം, അതാണ് ഫോസിൽ ഇന്ധനം. ഇതിൽ ഓടുന്ന കപ്പലുകളെല്ലാം കണ്ടെയ്നർ ഷിപ്പ് ആവട്ടെ, ക്രൂയിസ് ഷിപ്പ് ആവട്ടെ, മറ്റ് കപ്പലുകളാവട്ടെ, ചെറിയ കപ്പലുകളാവട്ടെ, വലിയ മദർഷിപ്പുകളാവട്ടെ, ഇതെല്ലാം ഗ്രീൻ എനർജിയിലേക്ക് മാറേണ്ടി വരും. അപ്പൊ അതുകൊണ്ട്
ഇപ്പം പിന്നെ MSC, ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ MSCയും അതുപോലെ മെസ്കും അതുപോലെ എവർഗ്രീനും അതുപോലെ മറ്റുള്ള കമ്പനികളും ഒക്കെ അവരുടെ ഇപ്പോഴത്തെ കണ്ടെയ്നർ ഷിപ്പുകളും ക്രൂയിസ് ഷിപ്പുകളും അവരുടെ ജലയാനങ്ങളെല്ലാം അവര് ഈ ഡ്യുവൽ എൻജിൻ ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ ഫോസിൽ ഇന്ധനത്തിൽ ഓടുമ്പോൾ തന്നെ 2 എൻജിൻ ഘടിപ്പിച്ചിട്ട് മെത്തനോൾ വഴി ഓടാനും അല്ലെ LNG വഴി ഓടാനും ഉള്ള സംവിധാനങ്ങൾ ഇപ്പോഴത്തെ പുതിയ കപ്പലുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ പുതിയ കപ്പൽ കൂടാതെ ഇപ്പോൾ ഓടുന്ന കപ്പലുകളെ തന്നെ റീകൺവേർട്ട് ചെയ്തിട്ട് ഡ്യുവൽ ഫ്യൂവൽ എൻജിൻ ഫോർമാറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ഒരു വൻ വ്യവസായമാണിത് ലോകത്ത്. അതിന്റെ അമരത്ത് ചൈനയാണ്. എന്താണ് ഇന്ത്യക്ക് ഇത് കൈയടക്കാൻ, ഇത്രയും കടൽ തീരമുള്ള ഇന്ത്യക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല? ഇപ്പൊ മോദി സർക്കാർ, ഇപ്പോട്ടെ കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഒന്നും ചെയ്തില്ല. മോദി സർക്കാർ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഞങ്ങൾ ചോദിക്കട്ടെ, ലെഫ്റ്റ് റൈറ്റ് വോയിസ്. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത്. 2020 ഒരു മാരിടൈം മിഷൻ ഉണ്ടാക്കി. 2030 നമ്മൾ ഒരു പേഴ്സണെങ്കിലും നമ്മൾ പിന്നെ ബിസിനസ് കൈയടക്കണം ലോക കപ്പൽ നിർമ്മാണ വ്യവസായത്തിൽ. 2040 നമ്മൾ ആദ്യം 5-ൽ വരണം. ഓക്കെ, പക്ഷേ ഇത്തരം വിഷയങ്ങൾ എവിടെ എത്തി? എന്താ വിഴിഞ്ഞത്തെ സപ്പോർട്ട് ചെയ്യാത്തത്? ചോദിക്കട്ടെ. അതിനെ കുറ്റം പറയാനോ വിമർശിക്കാനോ ഒരു വീഡിയോ ചെയ്യാനോ ഒരു തള്ളുമാവന്മാർക്കും ഒരു മെത്തനോൾ മാവന്മാർക്കും താല്പര്യമില്ല. അപ്പൊ ഇത് രാഷ്ട്രീയമാണ്, ഇത് വികസനമല്ല ഉദ്ദേശം. ചൊറിച്ചിലാണ് പ്രശ്നം. അതുകൊണ്ടാണ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയില് പൂവാറും വിഴിഞ്ഞവും ഒക്കെ കടന്നു വരുന്നത്. പക്ഷെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്, ഒരു സംസ്ഥാന ഗവൺമെന്റിന് പരിമിതിയുണ്ട്. ഒരു വലിയ സംവിധാനം ഒരുക്കുമ്പോൾ കേന്ദ്രത്തിന്റെ സമ്മതപത്രം വേണം, അനുമതി വേണം. ഇപ്പൊ വിഴിഞ്ഞത്തിന് അവസാനം എത്ര മാസങ്ങൾ വൈകിട്ടാണ് 2-3 ഘട്ടത്തിന് ഇപ്പൊ അനുമതി കൊടുത്തിരിക്കുന്നത്? ഒരു എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ചടപെടാതെ ചെയ്യാനുള്ള ആർജവം ഒരു ഭരണകൂടത്തിൽ ഉണ്ടാവണം. അത് പിണറായി സർക്കാരിനുണ്ട്, പക്ഷെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് അതില്ല. അപ്പൊ നിങ്ങളുടെ മാരിടൈം പോളിസി വിഷൻ 2020 ഒക്കെ ഇപ്പോഴും പുറകിലാണ്, ബഹുദൂരം പിന്നിലാണ്, മുന്നിലല്ല പിന്നിലാണ്. ചൈന ലോകം കൈയടക്കി കഴിഞ്ഞു. പിന്നെ സൗത്ത് കൊറിയ, പിന്നെ ജപ്പാൻ, പിന്നെ അത്യാവശ്യം ഇത്തിരി കപ്പൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ട്രംപ് പറഞ്ഞത് എന്താണ്? ഈ ബിസിനസ് തിരിച്ചു പിടിക്കണം. ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ്. അത്ര എളുപ്പമൊന്നുമില്ല. ചൈനയെ വെല്ലുവിളിക്കുക അത്ര എളുപ്പമൊന്നുമല്ല എന്നുള്ളത് ട്രംപിന് അറിയാം. അപ്പം അമേരിക്കയുടെ ആധിപത്യം നഷ്ടപ്പെടുന്നു. അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ഊർജം അങ്ങേര് കാണിക്കുന്നു. ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിനെ അഭിനന്ദിക്കണം തീർച്ചയായിട്ടും. പക്ഷെ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ കേരളത്തിൽ എന്താ നടക്കുന്നത്? കേന്ദ്രത്തിൽ നിന്നുള്ള സമീപനം എന്താണ്? കേരളത്തിലെ ഓരോ പ്രോജക്റ്റിനും വിഴിഞ്ഞ ഉൾപ്പെടെ, ഈ പൂവാർ ഉൾപ്പെടെ, എന്നിട്ട് വന്നിട്ട് തള്ളിയാൽ മതി. മെത്തനോൾ എളുപ്പമാണ്. മെത്തനോൾ ഒരു വലിയ ഫാക്ടറി തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തിന് ഉണ്ടാക്കണമെങ്കിലേ അതിന് കേന്ദ്രാനുമതി വേണ്ടേ? അതിന് പ്രോജക്റ്റ് വേണ്ടേ? ഇതാരായതിന് മുൻകൈ എടുക്കേണ്ടത്? സംസ്ഥാന സർക്കാർ മാത്രം ചെയ്താൽ മതിയോ? നമുക്കൊരു മാരിടൈം പോളിസി വേണം. ബ്ലൂ എക്കോണമിയിൽ ഇന്ത്യ എങ്ങനെ മുന്നോട്ട് കുതിക്കണം? ഇന്ത്യ ഒരു നൂറ്റാണ്ട് പിന്നിലാണ് ചൈനയെ അപേക്ഷിച്ചിട്ട്, കൊറിയയെ അപേക്ഷിച്ചിട്ട്, ജപ്പാനെ അപേക്ഷിച്ചിട്ട്. അമേരിക്ക ഓൾറെഡി തോറ്റുപോയി, അവരുടെ ബിസിനസ് മുഴുവൻ പോയി കപ്പൽ നിർമ്മാണ മേഖലയിൽ. പക്ഷെ ഇനി കപ്പൽ വ്യവസായം ഒരു വലിയ വ്യവസായമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ലോകത്തെ ചരക്ക് നീക്കത്തിന്റെ 90% കപ്പൽ ചരക്ക് നീക്കമാണെന്ന് നമുക്കറിയാം. അത് കണ്ടെയ്നർ ഷിപ്പുകളാണ്, മദർ വെസൽസ് ആണ്, പിന്നെ ക്രൂയിസ് ബിസിനസ് ആണ്, തീർത്ഥാടനം, അതുപോലെ പിന്നെ വിനോദസഞ്ചാരം. ഇവിടെ ഇന്ത്യ വട്ടപൂജ്യാണ്. 1% പോലും ഈ ബിസിനസ്സിൽ ഇന്ത്യക്ക് സ്ഥാനമില്ല. 0.7 മാത്രമേ ഉള്ളൂ. അപ്പൊ അത് തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിക്കുകയല്ല, നമുക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഇപ്പൊ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചൈനയോട് മത്സരിക്കണം. ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് കാണിക്കുന്ന ഒരു താല്പര്യം ഇവിടുത്തെ സർക്കാരിന് വേണ്ടേ? ഇവരെ വിഴിഞ്ഞത്തെ സപ്പോർട്ട് ചെയ്യണ്ടേ? പൂവാറിനെ സപ്പോർട്ട് ചെയ്യണ്ടേ? എന്നിട്ട് മെത്തനോളെന്ന് വന്നിരുന്ന് തള്ളിയാൽ മതിയോ? കാര്യം പരിഹരിക്കുകയോ? ഇത് വെറും രാഷ്ട്രീയമാണ്. ഒരു നാട് നന്നാവാൻ ഉള്ള കാര്യങ്ങൾ പറയുക, അല്ലാതെ ഇപ്പോൾ ഉടനെ തിരുവനന്തപുരത്ത് മെത്തനോൾ പ്ലാന്റ് എന്താ വരാത്തത്? പിണറായി സർക്കാർ ഉടനെ ചെയ്യാത്ത എന്താണ്?
അത് പിണറായി സർക്കാർ മാത്രം വിചാരിച്ച് നടക്കൂല. അതിന് കേന്ദ്രത്തിന് പിന്തുണ വേണം, അനുമതി വേണം, കാര്യങ്ങൾ വേണം, അങ്ങനെ പലതും ഉണ്ട്. എല്ലാവരും വീട്ടിലെ നമ്മുടെ കക്കൂസ് മാലിന്യത്തിൽ നിന്ന് ഗ്യാസ് ഉണ്ടാക്കി ചായ ഇടുന്നത് പോലെ, ഒരു കഞ്ഞി വെക്കുന്നത് പോലെ, അല്ലെങ്കിൽ അടുക്കള വേസ്റ്റിൽ നിന്ന് ബയോ പ്ലാന്റിൽ നിന്ന് എടുത്തൊരു ചായയും അല്ലെ ഒരു കറിയും വെക്കുന്നത് പോലെ ഒന്നും ചെയ്യാവുന്ന കാര്യമല്ല ഇത്. ഇതൊരു വലിയൊരു ബിസിനസ്സാണിത്, വലിയൊരു വ്യവസായമാണിത്. അതിനുള്ള തയ്യാറെടുപ്പ്, അതിനുള്ള നയങ്ങൾ, പോളിസി നയങ്ങളും ഒക്കെ ഉണ്ടാവണം. എങ്കിലേ ഇത് നടപ്പാക്കാൻ പറ്റുള്ളൂ. അല്ല വന്നിട്ട് തള്ളിയിട്ടൊന്നും ഈ നാട് രക്ഷപ്പെടാൻ പോണില്ല. തള്ളാൻ എളുപ്പമാണ്, പക്ഷേ നടപ്പാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിന് എക്സിക്യൂട്ടീവ് അധികാരമുള്ള ഒരു അധികാരത്തിരിക്കുന്നവർ വിചാരിക്കണം. അങ്ങനെ ചെയ്യാൻ കഴിവുള്ള ഒരു മുഖ്യമന്ത്രി ഇപ്പൊ ഈ നാട്ടിലുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് പിണറായി വിജയൻ.